ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ പറയാം ഗായ്സ്. എന്തെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പം എൻ്റെ ടീം. നമുക്കൊക്കെ അറിയാം, ഇതാണ് എൻ്റെ ടീം. ഇതേ ആൾക്കാരെല്ലാം ഒരേ മാതിരി തന്നെ, കാര്യം അടിച്ചിട്ടൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇന്നലെ മാറ്റിയതാണ് എൻ്റെ ഫോർമേഷൻ. ഞാൻ ക്വിക്ക് കൗണ്ടർ മാറ്റി ഇപ്പോൾ ഏതാണെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, എങ്ങനെ സസ്പെൻസ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നലെ മാറ്റിയതാണിത്. ഇന്നലെ മാറ്റിയിട്ട് ഇതിൽ ഞാൻ ആ ഒരു ഫോർമേഷൻ വെച്ച് കളിച്ച ഡിവിഷൻ 3-ലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 1340 റേറ്റിംഗുമായി. അപ്പോൾ നമ്മൾ ആ ഫോർമേഷൻ വെച്ച് കളിക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്, എനിക്കറിയാം, ആ ഫോർമേഷൻ കാണാനും വേണ്ടി. അപ്പം എന്നാലും ഞാൻ ഫോർമേഷൻ കാണിച്ചു തരാം. ഫോർമേഷൻ ഇതാട്ടോ. നമ്മൾ ലോങ് ബോൾ കൗണ്ടറിലോട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. നമ്മൾ LBC പ്ലെയറാണ് ഇങ്ങോട്ട്. പിന്നെ ഇതാണ് നമ്മളെ ഫോർമേഷൻ എന്ന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പകർത്തിക്കൂടെ. കീപ്പർ ഒലിവർ ഖാനാവും. CB 2 ബിൽഡപ്പ് 1 ഡിസ്ട്രോയർ, അല്ലെങ്കിൽ 2 ഡിസ്ട്രോയർ 1 ബിൽഡപ്പ്, അങ്ങനെ ആക്കാം. പിന്നെ 2 DMF ഉണ്ട്. അതിൽ 1 ആങ്കർമാനും ഒരു ഓർക്കസ്ട്രേറ്ററും, പിന്നെ ഒരു CMFും പെടാം. അത് ബോക്സ് ടു ബോക്സ്. പിന്നെ അതൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ വേണം അറ്റാക്ക് മിഡിൽ ഫീൽഡറിൽ. പിന്നെ അത് ഈ SSIT വരുമ്പോൾ ഹോൾ പ്ലെയർ അങ്ങനെയൊന്നുമില്ല. നല്ല പാസിങ്ങും നല്ല ഷോട്ടിങ്ങും എല്ലാതും നന്നായിട്ട്, നല്ല ഡ്രിബിളിങ്ങും എല്ലാതും ഉള്ളൊരു ആളവിടെ കൊണ്ടു വെക്കുക, SSIT. പിന്നെ 2 ഗോൾ പോച്ചർ സെൻറ്റർ ഫോർവേഡും. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫോർമേഷൻ വെച്ചാൽ നമ്മൾ ഈ ഫുട്ബോൾ ലീഗ് PvP നമ്മൾ കളിച്ചു തുടങ്ങി. ഇന്ന് ഡിവിഷൻ 3 1340 പ്ലെയറാണ് ഞാൻ. എനിക്ക് ഇത് ഇപ്രാവശ്യം ഡിവിഷൻ 2 ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഡിവിഷൻ 2ക്ക് കയറിയിട്ടില്ല. ഇപ്രാവശ്യം ഇനി 31 ദിവസമാണ് ഇത് പോകാനുള്ളത്. ഈ ഒരു 31 ദിവസത്തിൽ ഞാൻ ഡിവിഷൻ ആക്കിയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഡിവിഷൻ 2 ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കഴിയുമെന്നറിയില്ല. ഞാനിപ്പോൾ കളിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ കളിച്ച് വീഡിയോ ഇട്ടതിൻ്റെ ശേഷം വീണ്ടും ഇത് തന്നെ വരും. കളി വീണ്ടും തുടങ്ങും. ഡിവിഷൻ പുഷ് തന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ ഡിവിഷൻ 2 ആക്കണം. ഇപ്രാവശ്യം ഞാൻ എങ്ങനെയെങ്കിലും ആക്കാൻ ട്രൈ ചെയ്യും. നിങ്ങളൊന്ന് ആക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാ കൂടെ നിൽക്കുക. ഇതൊക്കെ നമുക്ക് നോക്കാം, ജയിക്കുമോ ഇല്ലയോ നോക്കാം. അപ്പോൾ തമ്മിൽ ഞാൻ സെറ്റിൽ വെക്കാൻ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അത് തമ്മിൽ നല്ല കിട്ടിയില്ല എനിക്ക്. ഇതിന് പറ്റിയ തമ്മിൽ ഞാൻ ആലോചിച്ച് കൊടുക്കുകയാണ്. കിട്ടിയ ഞാൻ അപ്പോൾ ഉടനെ വെക്കും. അപ്പോൾ ഫോർമേഷൻ ചേഞ്ചിങ് കേട്ടോ ഈ വീഡിയോൻ്റെ മെയിൻ. ഇത് ഫോർമേഷൻ മാറ്റുക. ഇതൊക്കെ മതി ഗൈസ്. ഇറങ്ങട്ടെ. സെക്കൻഡ് ടീം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ പോയി കളിക്കരുതിട്ട്. നമ്മളിപ്പോൾ എല്ലാം മാറിയേക്കണം. നമ്മൾ കുറേ പരിപാടി ചെയ്യലുണ്ട്. ഇപ്പം ഞാൻ കൗണ്ടർ ടാർഗറ്റൊക്കെ വെക്കും. കൗണ്ടർ ടാർഗറ്റ് വെക്കുക പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഗുണം കൗണ്ടർ ടാർഗറ്റ് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാം. ഇത് കൗണ്ടർ ടാർഗറ്റ് വെച്ച് കളിച്ചവർക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഗുണം എന്താ നോക്കാം. അത് നമ്മൾ ഇതെടുത്ത് വാൻ ബൂട്ടൺ. ഇതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം. കോർണർ
എടുക്കുമ്പോൾ അവിടെ നിന്ന് നിൽക്കും. ഇവൻ്റെ ടീമൊക്കെ നിങ്ങൾ ഫെറാൻ ടോറസ് ഓഫ് ഇതിലാണെന്നുള്ള കേൾക്കണം, ഞാൻ കളിപ്പിച്ചിട്ടുമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കളിയിലോട്ട് പോകാം. പിന്നെ എനിക്കറിയാം നിങ്ങൾ വെയിറ്റിംഗ് ആണ് എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തെങ്കിലും ഇത് എപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ 7:15 ഈ വീഡിയോ കഴിയണ 7:25 അപ്ലോഡ് ആവണം. ചിലപ്പോൾ ഇന്ന് രാത്രി 10:30 ആവും. എഡിറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ആകുമ്പോഴത്തേന് ടൈം എടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ ഞാൻ ലൈവ് ഇടാൻ ട്രൈ ചെയ്യും കേട്ടോ. നാളെ ലൈവ് ഇട്ടാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, റാങ്ക് പുഷ് ലൈവ് ഇട്ടാലും ആലോചിക്കുന്നുണ്ട്. നിങ്ങളതെന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലിടുക. വെക്കാം ഗൈസ്, നമ്മളെ കൊണ്ടൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നണമില്ല. കമൻറ്ററി എടുക്കാം. ഗാർഡിയോള, ഫെറാൻ ടോറസ്, വാൻ ബൂട്ടൺ അവിടെ കണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു കളി നേരത്തെ ഡിവിഷൻ 2 എത്തിക്കാൻ എനിക്ക് കഴിയാണ്ടല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇരുന്ന് ഡിവിഷൻ 2 എത്തിക്കാൻ കഴിയും. നെറ്റ് ഇന്നെ സമ്മതിക്കൂല. അങ്ങനെ ഡിവിഷൻ 2ക്ക് പോകണ്ടെന്ന് തന്നെ നെറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഈ നെറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നെറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡിവിഷൻ 2 എത്താത്തതും ഒരു കാരണമാണ്. അപ്പം നിങ്ങൾ പറയും ഞാൻ അതൊക്കെ പറയാലോ അല്ലേ. അത് നിങ്ങൾക്ക് ഇങ്ങനത്തെ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എടുക്കും പക്ഷേ കിട്ടണില്ല, കഴിയണില്ല. ബാറ്റ് റൊണാൾഡിനോ, ഇറ്റ്സ് വെസ്ലി സ്നൈഡർ ചാൻസ് ഗോളാക്കുമല്ലേ കണ്ടറിയാം. ഇതൊക്കെ എനിക്കൊക്കെയാണ് ഇത് ഉണ്ടാവുള്ളൂ. അവിടുന്ന് പങ്ങര അടിച്ചാലും ഗോളാവും, അല്ലെങ്കിൽ കീപ്പർ തട്ടെങ്കിലും ചെയ്യാം, പോസ്റ്റിക്കെങ്കിലും പോവുമല്ലോ. എനിക്ക് ആ ഭാഗ്യമില്ല. ബാർമലോട്ടും അല്ലെങ്കിൽ പുറത്തേക്ക് പോവും. അങ്ങനത്തെ വിധിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഭാഗ്യത്തിന് അഭിയാട്ടി അതെങ്കിലും തട്ടി, ഇല്ലെങ്കിൽ ഇപ്പം അതും പോയി. എന്ത് ചെയ്യാൻ എനിക്ക് മനസ്സിലാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡിവിഷൻ 2 എത്തിക്കാൻ കഴിയും, പക്ഷെ നെറ്റിന് സമ്മതിക്കണം. ഞാൻ എന്താ ചെയ്യുക? അതിനെ പറ്റി എന്തെങ്കിലും വൈകിട്ട് പറഞ്ഞു തരണേ. ഷെവച്ചെങ്കോ അങ്ങോട്ട് ഷെവ. ഇപ്പോൾ ഒരു ഷോട്ട് വരും കേട്ടോ, ഡെമ്പലിൻ്റെ വക ഗോളും. ഭാഗ്യം, എന്തോ ഭാഗ്യത്തിനൊക്കെയാണ് രക്ഷപ്പെടുന്നത്. ഇവിടെ നല്ല ഇടിയും മഴ കണ്ടു കേട്ടോ. അവിടെ ഉണ്ടാ? കമൻറ്റ് ബിലോ. റൊണാൾഡിനോ, ഷെവച്ചെങ്കോ, ബെക്കാം. ഗായ്സ് ബോളൊന്ന് തരുമോ? ഇത് ഒരു അറ്റാക്കിങ് ഗോളിലോട്ടുള്ളൊരു വയ്യാണെങ്കിലും അബിയാട്ടി ഉണ്ടാകുമ്പോൾ അത് ഞാൻ സമ്മതിക്കൂല. എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ വിട്ടിരുന്നു വിചാരിച്ചിട്ട് കോർണറിലത് എന്ത് ചെയ്യാൻ. കൊണാമി എൻ്റെ ഒപ്പം ഈ കളി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കണ്ടിട്ട്. പക്ഷേ കളി കഴിയുമ്പോൾ ലാഗൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഫോർമേഷൻ ചേഞ്ച് ചെയ്യാൻ കളി. ഫോർമേഷൻ ചേഞ്ച് പറയാൻ പറ്റില്ല, ഇനിയിട്ട് ഈ ഫോർമേഷൻ തന്നെ ഔട്ട് ഞാൻ തുടരാൻ പോണ്. എനിക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ എൻ്റെ കോച്ച്. ഞാൻ ലോങ് ബോൾ കൗണ്ടറിൻ്റെ ഒരു കോച്ചിനെ വാങ്ങണമെന്നുണ്ട്, പക്ഷേ കോയിനില്ല. 750 കോയിൻ വേണം. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ആളാരോ ഇപ്പോൾ ഉള്ളത് ആകെ ഇവനാണ്. ഇവൻ്റെ പേരെന്താണ്? ബെക്കംബോർ ഉണ്ടാകുമ്പോൾ ബെക്കംബോറിനെ വാങ്ങണം ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബെക്കംബോർ 19 ദിവസ 18 ദിവസ 15 ദിവസ ആ ദിവസത്തിനുള്ളിൽ പോകും. ഇപ്പം എൻ്റെ ഒക്കെ ഉള്ളത് പറയുമ്പോൾ 150 കോയിൻ, 150 കോയിൻ. അതിന് 750 ആവണം. എന്തിന്? ഇവനെ വാങ്ങാൻ, ബെക്കംബോറിനെ. അപ്പോൾ 750 ആകുമ്പോൾ എന്തായാലും ബെക്കംബോർ പോകാനാണ് സാധ്യതകൾ കൂടുതലും. ബെക്കംബോർ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബെക്കംബോറിനെ കിട്ടൂല. അപ്പോൾ ബെക്കംബോറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെക്കംബോർ പോയാൽ വേറെ ഏതെങ്കിലും LBCൻ്റെ കോച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെടുക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ബെക്കംബോർ അടിപൊളിയാണോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഓൻ വന്നിട്ട് കാണാം. കേസ് നമ്മൾ ടച്ച് എടുക്കാൻ പോകട്ടോ. ഷെവ, നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്കറിയാം ഹാജിയാർ ഫുൾ ഫോമാണ്, എന്താ ഇറക്കാത്തത്? ഹാജിയാർ നമ്മളിപ്പോൾ ഇറക്കിയാൽ ശരിയാവില്ല. ആ ഒരു 60-ാം മിനിറ്റിൽ ചെക്കനടുത്ത് ഇറക്കിയാണ്ട് വേണ്ട ഒരു കംബാക്ക് ഉണ്ട്. ഓൻ വരുമ്പോൾ ഒരു ഗോൾ മിക്കവാറും അടിക്കാൻ സാധ്യതകൾ കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഓനെ കൊണ്ടൊക്കെ കംബാക്കിനെ കഴിയുള്ളൂ.
എങ്ങനെയാണ് ഞാൻ ഡിവിഷൻ 2 എത്തിക്കണം, എനിക്കതാണ് മെയിൻ ടാർഗറ്റ് പറഞ്ഞാൽ. അപ്പോൾ നാളെ മൺഡേ ആണ്, ഒരു പാക്ക് വരും. ഏതാണ് പാക്ക് നിങ്ങൾക്കറിയോ? കമൻറ്റ് ബിലോ എല്ലതും കമൻറ്റ് ചെയ്യുക. ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തിനും കമൻറ്റ് ചെയ്യുക. ഗായ്സ് പെട്ടു, ഓ ഭാഗ്യ രക്ഷപ്പെട്ടു എന്നട്ടോ ഉദ്ദേശിച്ച്. കളി കഴിയുമ്പോൾ ശിക്ഷപ്പെട്ടു ആവും, അത് വേറെ കാര്യം. പെപ് ഗുവാർഡിയോള ഓൻ്റെ അറ്റാക്കിംഗ് ആണ്. എൻഗോളോ കാൻ്റെ അടുത്തുണ്ട്, ഓൻ്റെ അറ്റാക്കിംഗ് ആണ്. വീണ്ടും ഓൻ്റെ അറ്റാക്കിംഗ് ആണ്. ഡിമാർക്കോ എനിക്ക് ബോൾ കിട്ടും, ഞാൻ ഒരു പാസ് കൊടുത്താൽ ഓൻ്റേക്കിലെത്തി. അതാണ് അത്രയ്ക്കേ ഉള്ളൂ. എനിക്കങ്ങനെ ഞാനൊരു പാസ് കൊടുക്കാൻ പാടില്ല. ഒറ്റക്ക് ചെയ്താലോ കൊടുക്കും. തൊട്ടിയോ കിടില ഷോട്ട്. ചെക്കനൊരു കോർണർ ഇല്ല, ഞാൻ കളിക്കാതിരിക്കാനോ കോർണറായി വിചാരിച്ചിട്ട്. കൈക്കാട് കണ്ട എനിക്ക് കിട്ടിയില്ല, അപ്പോൾ തന്നെ നോക്കേനും കിട്ടി. കൈക്കൊക്കെ ഇട്ടെടുക്കുകയാണ് കൊണാമി. ഇജ് കളിയടാ, ഇജ് ഇന്നൊന്നും കളിക്കണ്ട എന്നോട് പറയാണ്. ഓക്കെ സാർ ഞാൻ പറയും. അതാ ഒരു ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. ഓ നമ്മൾ അറ്റാക്കിങ് ആവുമോ? നമ്മൾ അറ്റാക്കിങ് ആണ്. സ്നൈഡറിൻ്റെ ഒരു അറ്റാക്കിങ്. സ്നൈഡറെ സലീബിൻ്റെ കാലിന് വെച്ച് കൊടുത്തുവല്ലോ. യു നീഡ് ടു ട്രാപ്പ് ബോൾ ബെറ്റർ ബ്രദർ. ബെക്കാം അവിടെ കൊടുക്കും. ഗുഡ് ഷെവച്ചെങ്കോ. സ്നൈഡർ ഓട്. സ്നൈഡർ ബോളേറ്റ് ഒറ്റക്ക് ഓടിയാൽ പോരാ. ത്രോ. ഇപ്പം എൻ്റെക്കലാണ് കളിയെങ്കിലും കളി കഴിയുമ്പോൾ സ്കോർ മൊത്തം എൻ്റെക്കലാവും. അതാണ് പ്രശ്നം. ഗോള് മൊത്തം എൻ്റെക്കലും കളി മൊത്തം എൻ്റെക്കലും ആയിട്ട് കാര്യമില്ല. എനിക്ക് ഇത് കളിച്ചോടാ, എനിക്ക് ഗോള് ഒരു 15 തരും. അത്രക്കും മതി, അത്രയ്ക്ക് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഗോള്. ഭാഗ്യം. വാൻഡേക്ക് കിടില. വാൻഡേക്ക് സ്ലൈഡിങ് ടാക്ടിക്സ് ഒന്ന് വന്ന് പഠിപ്പിച്ചു ഇല്ലല്ലോ. വാൻഡേക്ക് റൈക്കാർഡ് എങ്കോളോ കാൻ്റെ കോസ്റ്റ കൂട്ട. നമ്മളെ കൊണ്ട് ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ ഫോർമേഷൻ വെച്ചിട്ട്. ലാമിയമാർ വാൻഡേക്ക് ഒരു കിടിലം ഇത് ചെയ്യാൻ നിൽക്കേനോ. എന്ത് ഷെവച്ചെങ്കോണ് ചെയ്. ബാറ്റിസ്റ്റൂട്ട വാള ഗുഡ്. ബാറ്റിസ്റ്റൂട്ട കളിക്കല്ലേ. ബാറ്റിസ്റ്റൂട്ട ഫുട്ബോൾ കളിക്കല്ലേ എന്നല്ല കേട്ടോ ഉദ്ദേശിച്ച്. ഗോൾ ഉറപ്പായ സാധനം. അവിടെ കീപ്പർ എന്താ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? കീപ്പർ അവിടെ ഇരുന്നെടുത്ത് കഴിച്ച് അടിച്ചു പറഞ്ഞാണ്ട്. ഞാൻ ഈ ഡിവിഷൻ കളിക്കാത്തത് കൊണ്ടാണ്. കളി തുടങ്ങിയാൽ കളിച്ചിട്ടേ പോകുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്തൊരു പ്രശ്നം, ഇങ്ങനെ തോൽക്കും. ഇന്നങ്ങനെ ഡിവിഷൻ 2 കയറ്റി വിടില്ല എന്നുള്ള വാശിക്ക് തന്നെ ഇറങ്ങിയതാണ് ഈ കൊണാമി. ഞാൻ എങ്ങനെയെങ്കിലും പ്രാവശ്യം എത്തണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കളി കളിച്ചാൽ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ടീമിനെ കണ്ട് എൻ്റെ എതിര് വെക്കണേ. പൈസ കളിക്കല്ലേ എന്ന് പറയും ചെയ്യും. ഫുട്ബോൾ കളിക്കല്ലേ എന്നല്ല ഉദ്ദേശിച്ചേ. റൊണാൾഡിനോ ഓട്. റൊണാൾഡിനോ വാട ഗുഡ്. സ്നൈഡറിന് കിട്ടിയാലല്ലേ, ബോളൊന്ന് കിട്ടണം പോലല്ലേ. എങ്ങനെയുള്ള ഒരു ഗോൾ അടിക്കട, സമയെങ്കിലും ആക്ക്. ഇതൊക്കെയാണ് ഞാൻ നാളെ ലൈവിൽ പുഷ് ചെയ്യും ഗൈസ്. അതാണ് കഴിയണ പരിപാടി പറഞ്ഞാൽ. നല്ലൊരു ക്രോസ് വാടാ. ഒന്ന് ശവച്ചോങ്കനാകെ ഒരു ബുള്ളറ്റ് ഹെഡർ സ്കില്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനും അറിയാടാ നമ്മളെ ശവച്ചോങ്കനോടാ കളി ഗൈസ്. കിടിലം ഒരു ഹെഡെങ്കിലും കുത്തിയല്ലോ. ആ ക്രോസ് എങ്ങനെയുണ്ട് റേറ്റ് ചെയ്യട്ടാ. റേറ്റ് 10 കൊടുക്കി ഗൈസ്. ബെക്കാമിന് കിടിലം ക്രോസ് ഒരു 1.5 ഇത് തന്നെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ബോൾ കിട്ടാൻ വേണ്ടി കിടന്ന് അലയണം. ലാസ്റ്റൊക്കെ ചിഞ്ഞ് അവൻ്റെ ഗോൾ ഇടേണ്ടി ഞാൻ ഈ ഫുട്ബോൾ നിർത്തും. വാശി ഓന് ഗോളടിച്ച ഞാൻ ഈ ഫുട്ബോൾ ഡിലീറ്റ് ആക്കും. അടിക്കുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഗൈസ്. കുഴപ്പമില്ല, സമയല്ലേ. നമ്മളെ റേറ്റിംഗ് കൂടാനാണ് സാധ്യത. 5 ഓക്കേന് റാങ്ക് കൂടുതൽ ഞാൻ കണ്ടത് ഗൈസ് 45. യെസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇനി കളിക്കണില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ കുറേ ടൈമായി. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കളിയൊക്കെ ഇതാക്കണമെന്നുണ്ട്. കളി ഹൈലൈറ്റ്സ് എടുത്ത് കാണിച്ചാൽ മതി എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാനായി കട്ട് ചെയ്യാനൊക്കെ ഒരു മറക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു പോവാണ്. ടാറ്റാ.